മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹോസ്പിറ്റലിൽ നിന്നും കണ്ണനെ പ്രതീക്ഷിച്ചിരുന്ന ദുർഗയുടെയും കരുണയുടെയും മുന്നിലോട്ട് ഉണ്ണിയാണെങ്കിൽ വീൽചെയറിൽ വരുന്നത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ഉണ്ണിയോട് കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും ഉണ്ണി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു. അതേസമയം ദുർഗ കണ്ണൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. കരുണയ്ക്കാണെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് തൻ്റെ കൺമുന്നിൽ കാണുന്നത് കണ്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. അതുപോലെ തന്നെ ദുർഗയ്ക്കാണെങ്കിൽ ചെറിയൊരു സന്തോഷമാകുന്നുണ്ട്. കണ്ണൻ നടന്നു വരുന്നത് കണ്ട് അപ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ നീ എപ്പോഴാണ് നടക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുന്നു. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അമ്മ എന്ന് പറയുന്നത് കേട്ട് വീണ്ടും എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. AC-യിൽ വിഷവാതകം നിറച്ച് ഇവൻ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ്, അതിനുവേണ്ടി ഇവൻ ആളെയെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗ വീണ്ടും ഞെട്ടുന്നു. അതേസമയം അമ്മയുടെ മരുമകൾക്കും ഇതറിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണയെ നോക്കുന്നു. കരുണയ്ക്കാണെങ്കിൽ ആകെ വല്ലാതെ ആകുന്നുണ്ട്. പിന്നീട് എല്ലാ കാര്യങ്ങളും തന്നെ പറയാണ് കണ്ണൻ. ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും ഒരു മനുഷ്യനാകാൻ നോക്കടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, ഇവനെ എത്രയും പെട്ടെന്ന് അകത്തോട്ട് കൊണ്ടുപോയിക്കും, ഇവൻ്റെ മുഖം എനിക്ക് കാണണ്ടായെന്ന് ദുർഗ പറയുന്നുണ്ട്. ഈ നടന്നതിലൊന്നും എനിക്കൊരു പങ്കുമില്ല മോനെ എന്ന് ദുർഗ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. ഞാൻ നടക്കാൻ തുടങ്ങിയത് മുതലാണ് ഞാനും മഹിയും തമ്മിൽ ഒരു ദാമ്പത്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും മഹിയെ അപമാനിച്ചു. പക്ഷേ അതെല്ലാം ഞങ്ങൾ സഹിച്ചത് ഞങ്ങൾക്കിത് എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണെന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട്. സ്വന്തം കൂടപ്പിറപ്പായിട്ടുള്ള ഉണ്ണിയാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും അതുപോലെ പരിചയപ്പെട്ട മാർക്കോയും ലോപ്പസുമെല്ലാം ഞങ്ങളെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് തന്നെ കണക്കാക്കുകയാണ് എന്നെല്ലാം ദുർഗയോട് പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, മോനെ നല്ല പെൺകുട്ടികൾ ഭാര്യമാരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാരുടെ ജീവിതം തന്നെ സന്തോഷകരമായിരിക്കും. ഇതുപോലെയുള്ളവളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് തന്നെ തീരുമെന്നെല്ലാം ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നു. അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഞാനിപ്പോൾ വീൽ ചെയറിലായെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിനകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടെന്നും അത് കേൾക്കാതെയല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത്, ഇനി അനുഭവിച്ചോളാനായിട്ട് കരുണ പറയുന്നു. നിങ്ങൾ അയാളുടെ അസ്ഥി ഒഴുക്കിയിട്ട് വിഗ്രഹം കടലിൽ ഒഴുക്കാനല്ലേ നിങ്ങൾ ഇരുന്നത്, നിങ്ങളുടെ അസ്ഥി ഒഴുക്കാതിരുന്നത് ഭാഗ്യമെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. നീ എന്നെ കളിയാക്കാതെ എന്നെ അങ്ങോട്ടൊന്ന് കിടക്കാനായിട്ട് സഹായിക്കാൻ പറയുമ്പോഴേക്കും എനിക്കതിനൊന്നും പറ്റില്ല, നിങ്ങളുടെ അമ്മയും ചേട്ടനും എല്ലാം താഴെ ഇരിപ്പുണ്ടല്ലോ അവരോടായിട്ട് പറയാനായിട്ട് പറയുന്നു. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിന് ഒരു ആപത്ത് വരുമ്പോഴാണ് ഒരു ഭാര്യയുടെ ധർമ്മം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ കട്ടിലിലോട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കട്ടിലിൽ കിടക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, ഒരാളുടെ കാലിന് സ്വാധീനമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഒരു വിലയുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സഹതപിച്ചുകൊണ്ട് തന്നെ കിടക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്ന കരുണയെ ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖത്തിനോട്ട് നോക്കി നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. നീ എങ്ങോട്ടാടി പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം ഞാൻ എൻ്റെ മുത്തശ്ശിയെ കാണാനായിട്ട് പോകുകയായിരുന്നു എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാമായ മുത്തശ്ശിയോടായിട്ട് പോയി പറയടി, നിന്നെ ഞാൻ ഇവിടെ നാട്ടി ഇറക്കിയെന്ന്, ഇനി നീ മേലായില്ലേ വീട്ടിലോട്ട് വരരുതെന്നും നിന്നെ എനിക്കിനി കാണരുത്, എൻ്റെ ഉണ്ണിയുടെ ജീവിതം തന്നെ നീയാണ് നശിപ്പിച്ചതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണയോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. നിന്നെ ഞാൻ ഇനി ഒരിക്കലും ഇവിടെ വെച്ച് പൊറപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, നീ എൻ്റെ ഉണ്ണിയുടെയും എൻ്റെ കണ്ണൻ്റെയും ജീവിതം നശിപ്പിക്കാനായിട്ട് വന്നവളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയോട് ദേഷ്യപ്പെടുന്നു ദുർഗ. അതേസമയം നിന്റെ അച്ഛൻ്റെ അതേ കൊലയാളി സ്വഭാവം തന്നെയാണ് നിനക്കുമുള്ളതും, അതുകൊണ്ട് നിന്നെ ഇനി എന്ത് വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ താമസിപ്പിക്കാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാനായിട്ട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവളെ ഒന്നും ഒരിക്കലും നേരെയാക്കാനായിട്ട് പറ്റില്ല അമ്മേ, അതുകൊണ്ട് അവരെ പാട്ടിന് വിടുന്നതാണ് നല്ലതെന്നെല്ലാം കണ്ണൻ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയെ കാണാനായിട്ട് മുകളിലോട്ട് എത്തുന്ന ദുർഗയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്ന ഒരു സമയത്ത് ഞാൻ അയാളെ കൊല്ലുക തന്നെ ചെയ്യും, അതിനുള്ളൊരവസരം നോക്കി നടക്കുകയാണെന്നെല്ലാം ദുർഗയോടായിട്ട് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കലും കണ്ണനെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനായിരിക്കും വിഷം കൊടുത്ത് കൊല്ലാൻ പോകുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്.
കണ്ണൻ ഇതിനു മുമ്പേ നടക്കേണ്ടതാണെന്നും അതിനൊക്കെ കാരണക്കാരി ഞാനാണെന്നും ഇപ്പോൾ എൻ്റെ കണ്ണൻ നടക്കുന്നത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണെന്നും എല്ലാം ദുർഗ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ ഉണ്ണിക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ആകെ ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ മാറാനായിട്ട് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിനെ കൊന്ന കൊലയാളിയുടെ മകളെയാണ് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നോടും യാതൊരുവിധ താല്പര്യവുമില്ല, എൻ്റെ കണ്ണന് മാത്രമാണ് എനിക്കിപ്പോൾ ഇഷ്ടം, അതുകൊണ്ട് നിനക്ക് നിൻ്റെ പഴയ അമ്മ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ദുർഗ പറയുന്നുണ്ട്. ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നിനക്ക് ഇനിയും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ള ദുർഗ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ണി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.